ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ. അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത്. സർ, പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെ പോലീസിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് ഇവിടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഒരുക്കിയ പോലീസ് സംവിധാനം ജനങ്ങൾക്കെതിരെയുള്ള ഒരു സംവിധാനമായിരുന്നു. ജനങ്ങളെ എല്ലാ രീതിയിലും മർദ്ദിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം. അതിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യ സമരരംഗത്തിറങ്ങിയവരെ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചത്. ആ കാഴ്ച നാം കണ്ടതാണ്. രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങളെയും അതേ രീതിയിൽ തന്നെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സർ, ഇത് സാമ്രാജ്യത്വ കാലത്താണ് നടന്നതെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അതേ നില തന്നെയാണ് ഇവിടെ തുറന്നു പോകുന്ന നിലയുണ്ടായത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറി എന്നുള്ളതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അന്ന് ആ ക്രൂരതകൾക്ക് ഇരയാവുകയും അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരണം നടക്കുന്ന കാലം വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് രാജ്യത്ത് നിലനിന്ന ഘട്ടത്തിൽ അതേ പോലീസ് നയമാണ് പിന്തുടർന്നു വന്നത്. ഒരു മാറ്റവും ഉണ്ടായില്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്ന വേഗൻ ട്രാജഡി എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യമാണ്. കയ്യൂരിലും കരിവള്ളൂരിലും മറ്റും നടന്ന കർഷക സമരങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായ അടിച്ചമർത്തലുകൾ, ഇവിടെ ദിവാൻ ഭരണകാലത്ത് 5 രൂപ പോലീസിൻ്റെ സിംസൺ പടയുടെ ക്രൂരതകൾ, കടക്കൽ, കല്ലറ, വാങ്ങോട് സമരങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം നേരത്തെ നടന്നതായിരുന്നുവെങ്കിൽ 1947 ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സഖാക്കളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്. അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത്
എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ. അതൊക്കെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത്? ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും. സർ, ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിനായിട്ട് ഒരു കുറുവടിപ്പടക്ക് നേതൃത്വം കൊടുത്തു. ആ കുറുവടിപ്പടയും പോലീസും കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തിരക്കിപ്പോയിരുന്നത്. പോലീസ് കൂടെയുണ്ടാവും. കുറുവടിപ്പടയിൽപ്പെട്ടവർ വീട്ടിനകത്ത് കയറി കിട്ടാവുന്നതെല്ലാം കൊള്ളയടിക്കും. എത്രയോ ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ. ആ ക്രൂരതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇവിടെ അക്കാലത്ത് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന, വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡുകൾ കുറവാണല്ലോ. ഉൾപ്രദേശങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചാൽ അവരുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം വരെ തല്ലിക്കൊണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. കാരണം ആളുകളെ ഭയപ്പെടുത്താൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരാതിരിക്കാൻ ആ തരത്തിലുള്ള മർദ്ദന രീതികളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്ന ഏതെങ്കിലും സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ, അതിക്രമം കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കൽ ഉണ്ടായോ? എവിടം വരെ എത്തിയത്? ലോക്കപ്പിനകത്ത് മർദ്ദനം മാത്രമല്ല, ലോക്കപ്പിനകത്ത് ഇടിച്ചിടിച്ച് കൊല്ലുന്ന, അതിക്രൂരമായി കൊല്ലുന്ന അവസ്ഥയുണ്ടായില്ലേ?